ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് നജീബായിട്ട് തന്നെ നമുക്ക് പൃഥ്വിരാജായിട്ടോടെ ഫീൽ ചെയ്തത് നജീബായിട്ട് തന്നെ നമുക്കിത് അങ്ങനെ വേറൊരു ആള് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ പാമ്പ് വരുന്ന സീക്വൻസിൽ ഈ ആദ്യം മണലിനടിയിൽ കൂടെ ഈ പാമ്പിൻ്റെ ഒരു എഫക്റ്റ് കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ മോട്ടർ വെച്ചിട്ട് താഴെ ഒരു സെറ്റപ്പ് ചെയ്ത് മണ്ണിങ്ങനെ ഇളകുന്ന പോലെയൊക്കെ നമ്മൾ സീരിയലായിട്ട് ഇങ്ങനെ ചെയ്ത് അതൊക്കെ അങ്ങനെ ചെയ്തതായിരുന്നു. പിന്നെ കുറച്ച് അതിൻ്റെ കൂടുതൽ കുറച്ച് CG ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ മേജർ പോർഷൻ പ്രാക്ടിക്കലായിരുന്നു. പുള്ളിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ട് കുളിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ പടത്തിൽ. സോ ആദ്യം നമ്മൾ തേടുന്ന വെള്ളമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനും കാണിക്കാനായിട്ടുള്ളത് മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഒട്ടകത്തിൻ്റെ കണ്ണിൽ കാണുന്ന ഒരു വിഷയം ഇത്രത്തോളം എടുത്ത് കാണിക്കുന്ന പറയപ്പെട്ടൊരു സീൻ കൂടിയായിരുന്നു. ഒരു ഷോട്ട് മാത്രമല്ല, ഒരുപാട് ഷോട്ടുകൾക്ക് അതേപോലെ ഒരു ദിവസം ഒരു ഷോട്ട് മാത്രം എടുത്ത പല ഷോട്ടിലുണ്ട്. സബ്ജക്റ്റ് ഒരു എവർഗ്രീൻ സബ്ജക്റ്റ് ആണല്ലോ. ഇന്നലെ ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ചെയ്താലും ഇതൊരു എവർഗ്രീൻ ആണ്. അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അങ്ങനെ ഒരു ടെക്നോളജി വൈസ് പോസിറ്റീവായിട്ടുള്ള ഗെറ്റ് ടുഗദർ ഉണ്ടായിട്ടുണ്ട് പല സമയങ്ങളും. പല സീൻ ഡിസ്കസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ വരുമ്പം ചേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ ഉണ്ടോ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അത് നല്ല പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നല്ല പോസിറ്റീവ് ഡിസ്കഷൻസ്. എല്ലാവരും കൊളാബറേറ്റ് ചെയ്യുന്നു. പ്രസിഡന്റ് ആര് അഭിപ്രായം പറഞ്ഞാലും എല്ലാം മുകളിലേക്ക് എടുക്കും. അഡ്വർടൈസിങ് ഈസ് മോർ ചലഞ്ചിങ് ആക്ച്വലി. അതെ, പിന്നെ കമ്പാരിറ്റീവ്ലി മൂവിങ് വിത്ത് നമുക്കൊരു ടൈം ഫ്രെയിം ഇല്ലല്ലോ. നമുക്ക് ഇന്ന് വേണ്ടത് ഇപ്പം നിന്ന് ഷോട്ട് കിട്ടില്ലെങ്കിൽ നാളെ എടുക്കാം, മറ്റന്നാൾ എടുക്കാം. മറ്റേത് ഒരു ദിവസം നമുക്ക് യു ഹാവ് ടു ഫിനിഷ് 8 to maybe 20 shots maybe a day. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം. ഒരുപക്ഷെ മലയാളികൾ ഇത്രത്തോളം കാത്തിരുന്ന വേറൊരു ചിത്രമുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഫൈനലി ആടുജീവിതം തിയേറ്ററിലെത്തി. എത്രത്തോളം കാത്തിരിപ്പിന് വിലയുണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രേക്ഷക പ്രതികരണവും അതുപോലെ തന്നെ ഇഷ്ടത്തോടു കൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ആളുകൾ തിരയുന്ന ഒരു ചോദ്യചിഹ്നം അവിടെയുണ്ട്. ഇത്രത്തോളം നമ്മൾ കാത്തിരുന്ന ഒരു ചിത്രത്തെ ഇത്രയും മനോഹരമായിട്ടൊരു വിഷ്വലിലൂടെ നമുക്ക് കാണിച്ചിരുന്ന സിനിമാറ്റോഗ്രാഫർ, ക്യാമറയ്ക്ക് പിന്നിലെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മജീഷിന് ഇപ്പോൾ നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ കൂടി എത്തുകയാണ്. നമസ്കാരം. നമസ്കാരം. എപ്പോഴും ആടുജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഇപ്പോഴും അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നത് ഒരു 16 വർഷത്തെ കൂടി കഥയാണ്. അതെ അതെ അതെ. ഈ ഒരൊറ്റ സിനിമ എന്ന ശ്വസിച്ചുകൊണ്ട് ബ്ലസ്സി സാർ പോകുന്ന ഈ യാത്രയിൽ സുനിൽ സാറിന്റെ രംഗപ്രവേശം ശരിക്കും എപ്പോഴായിരുന്നു? ഞാൻ 2019 എൻഡ് ആണ് എനിക്കിത് കോൾ വരുന്നത്. ഇങ്ങനെ ഒരു രതീഷ വിളിച്ച ബ്ലസ്സി സാറിൻ്റെ പഴയ അസോസിയേറ്റ് രതീഷ് അമ്പാട്, കമർസിന്റെ ഡയറക്ടർ, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിനക്ക് താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ആടുജീവിതമല്ലേ, ഡെഫിനറ്റ്ലി വൈ നോട്ട്. അങ്ങനെ ഞാൻ ബ്ലസ്സി സാറിനെ മീറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ചു. അതങ്ങനെ വർക്കൗട്ട് ആയതാണ്. 2019 ടു അതെ 22 ഷൂട്ട് കഴിഞ്ഞു 2022. ഈ 19ലേക്ക് വരുമ്പോൾ ഇതിന് മുമ്പ് ഈ സിനിമകളും ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിലെവിടെയെങ്കിലും ഈ സിനിമ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ പ്രീ പ്രൊഡക്ഷനിലാണ്, അതിനെക്കുറിച്ചൊക്കെ ഈ കോൾ വരുന്നതിനേക്കാൾ മുമ്പ് അറിയാമായിരുന്നോ? ശരിക്കും അറിയാം, ഇങ്ങനെ നടക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ, ഷൂട്ട് നടക്കുന്നതൊക്കെ അറിയായിരുന്നു എനിക്ക്. ഫൈനലി ഒരു കോൾ വന്നു. അതെ. അതായത് പോകാനായിട്ട് ജസ്റ്റ് ഒരു മാസം മുമ്പേ കൊണ്ടുള്ളപ്പോഴാണ്, അടുത്ത സെക്കൻഡ് സ്കെഡ്യൂളിന് പോകാനായിട്ട് 1 month ബിഫോറാണ് എനിക്ക് ഇതിൻ്റെ കോൾ വരുന്നത്. ശരി, ഓക്കെ ഓക്കെ ലെറ്റ്സ് ജോയിൻ. ഇതിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പറയുമ്പോൾ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൽ എനിക്കിതിൽ ബെസ്റ്റ് എന്നൊന്ന് ചെയ്യാനില്ല എന്നുള്ളത്, ഞാൻ അത്രത്തോളം നീതി പുലർത്തിയിട്ടുള്ള ചെയ്തൊരു വർക്കായിരുന്നു എന്നുള്ളത്. സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ സിനിമ കഴിഞ്ഞു, ഇത്രത്തോളം വിജയമായിട്ട് അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടത്തിൽ എനിക്കിതിനേക്കാൾ ബെസ്റ്റ് ചെയ്യാനില്ല, എൻ്റെ ഏറ്റവും മാക്സിമം നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണോ പറയാനുള്ളത്? ക്രിയേറ്റീവ് ജോബായിട്ട് അതിനൊരു എൻഡ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല ശരിക്കും. ഇന്ന് പോയി ചെയ്താലും ഗ്രേഡിൽ വേണമെങ്കിലും കുറച്ചെന്തെങ്കിലും മാറ്റാൻ എന്തെങ്കിലും, അത് ഓബ്വിയസ്ലി അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ ക്രിയേറ്റീവ് ജോബാണല്ലോ, അതിന് എൻലെസ് ആണത്. പുതിയ പുതിയ പോസിബിലിറ്റീസ് വന്നുകൊണ്ടിരിക്കുക, പുതിയ അപ്ഡേഷൻസ്, എന്തുകൊണ്ടും പുതിയതായിട്ട് ചെയ്യാം കാണുമ്പോൾ. അതെ, ഈ ആ പറഞ്ഞു വെക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കാതെ വയ്യ. കാരണം എപ്പോഴും ഈ കാലത്തിനനുസരിച്ച് അതിൻ്റെ ടെക്നോളജീസും അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ. അപ്പോൾ എപ്പോഴും ഇത്രത്തോളം കാത്തിരുന്നൊരു സിനിമയാണ്. ഇതിൻ്റെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും കുറേ മുമ്പ് നടന്നിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും കാലം, എപ്പോഴും നമ്മൾ പല സിനിമകളെയും പല പ്രമേയങ്ങളും പറയാറുണ്ട്, ഈ സിനിമ കാലം തെറ്റി ഇറങ്ങിയ സിനിമയാണ്, ഒരു പക്ഷേ മുമ്പ് ഇറങ്ങേണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ മുമ്പ് ഇറങ്ങിയ സിനിമകൾ പറയാറുണ്ട്, ഇത് കുറേ കൂടി കഴിഞ്ഞിട്ട് ഈ കാലത്തിൽ ഇറങ്ങേണ്ടതെന്ന് പറയാറുണ്ട്. ഏതെങ്കിലും വിഷ്വൽസ് ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിലീസ് നീങ്ങി പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ വിഷ്വൽസ് മാറ്റേണ്ടതായിട്ടുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെ തോന്നിയില്ല. കാരണം ഈ സബ്ജക്റ്റ് ഒരു എവർഗ്രീൻ സബ്ജക്റ്റ് ആണല്ലോ. ഇന്നലെ ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ചെയ്താലും ഇതൊരു എവർഗ്രീൻ ആണ്. ഇത് അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അങ്ങനെ ഒരു ടെക്നോളജി വൈസ്
പക്ഷേ ഈ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊന്നും ഷോർട്ട് വൈസ് അല്ല. ഇപ്പോൾ ഈ ഗ്രേഡിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ടെക്നോളജി ഓരോ 6 മാസം കൂടുമ്പോഴും ഒരുപാട് പുതിയ പുതിയ പോസിബിലിറ്റീസ്, പുതിയ പ്ലഗിൻസ്, പുതിയ റിഫൈൻമെൻറ്റ്, ഫേസ് റിഫൈൻമെൻറ്റ്, അങ്ങനെ ഒത്തിരി പുതിയ പുതിയ സംഭവമുണ്ട്. അപ്പോൾ അത് എനിക്കൊന്ന് ഗ്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നിറയെ 2020 ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓൾമോസ്റ്റ് 4 വർഷം, 5 വർഷത്തോളം. ഇതിനിടയ്ക്ക് പുതിയ പുതിയ പ്ലഗിൻസ് വരുന്നു, പ്ലാറ്റ്ഫോം മാറുന്നു, ഇതെല്ലാം നമ്മൾ അന്ന് ചെയ്തു വെച്ചത് പിന്നെ മാറി, പിന്നെയും ഗ്രേഡ് മാറ്റി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 480 hours 500 hours നമ്മൾ പടം ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു മലയാളം പടം 150 അവേഴ്സാണ് ഗ്രേഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇത്രയും സമയം കിട്ടിയോണ്ട് നമ്മളിത് ആദ്യം 2020 ചെയ്തു വെച്ച ഗ്രേഡ് പിന്നെ നോക്കിയപ്പം ഒരു 6 മാസം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ വേറെ ടെക്നോളജി വന്നു, അത് മാറ്റി. അങ്ങനെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ആ സൈഡിൽ ചെയ്യാന്നുള്ളത്. ഷൂട്ട് ചെയ്ത കണ്ടന്റ് ആക്ച്വലി എവർഗ്രീൻ ആണ്, അത് മാറ്റേണ്ടതായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല. ഇതിൽ നിൽക്കുമ്പോൾ പോലും എപ്പോഴും മലയാളികൾ ഏറ്റവും കൂടുതൽ വായിച്ച നോവൽ എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം വരുന്ന പേരുകളിലൊന്നാണ് ആടുജീവിതം എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഇത്രത്തോളം വായിച്ച് ഈ ഒരു കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഒരു വിഷ്വലൈസേഷൻ ഓൾറെഡി മലയാളികൾ മനസ്സിലുണ്ട്, ഇത് പുസ്തകം വായിച്ചവരോടൊക്കെ. ഇത്തരത്തിൽ വായിച്ചൊരു നോവലിനെ, ഒരു കഥയെ സിനിമയായിട്ട് മാറ്റുമ്പോൾ സിനിമാഗ്രാഫ് എന്നുള്ള നിലയിൽ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു അത്? ഏറ്റവും വലിയ ചലഞ്ചിങ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു 3 പേരേ ഉള്ളൂ സെക്കൻഡ് ഹാഫിൽ, മേജർ പോർഷനിൽ. സോ അത് എത്രത്തോളം എൻഗേജിങ് ആക്കുക, കാരണം ഓൾമോസ്റ്റ് ഒരു 1 hour ഫുട്ടേജ് വേണം ഇത്, ഈ 3 പേരെ വെച്ചിട്ട്. അത് എത്രത്തോളം എൻഗേജിങ് ആക്കുക, ഒരു ഒട്ടും വിരസതയില്ലാണ്ട്. ഈ ഡെസേർട്ടിൻ്റെ ഒരു ടൈം ലാപ്സ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, ഇത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൺവിൻസിബിൾ ആയിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ചാലഞ്ച് ഇതിനകത്ത്. അത് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. അത് വളരെ, കാരണം ലൈറ്റായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയൊരു ചാലഞ്ച്. കാരണം ലൈറ്റിന് നമുക്ക് വേറെ ലൈറ്റപ്പ് ചെയ്തൊന്നും ഷൂട്ട് ചെയ്ത് പ്രായോഗികമല്ല, ഇവിടെ സൺലൈറ്റാണ് മെയിൻ സോഴ്സ്. സോ അതിന് നമ്മൾ സീൻ ഡിവൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ആർട്ടിസ്റ്റുകളൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അതിനനുസരിച്ച് ഒരു നോൺ ലീനിയർ പാറ്റേണിലായിരുന്നു ഷൂട്ടൊക്കെ പോയത്. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ടാണ് ഇത്ര നല്ലൊരു വിഷ്വൽ നമുക്ക് കിട്ടാൻ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ പറയുന്നൊരു കാര്യം കൂടി ഉണ്ട്. സ്വാഭാവികമായിട്ട് പൃഥ്വിരാജ് തന്നെ പറഞ്ഞൊരു പ്രസ്താവനയായിരുന്നു വാർത്തകൾക്ക്, ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു ക്രൂ എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബ്ലിസാറിനെ ഓൾറെഡി ആ ഒരു മണൽക്കാറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു വിഷ്വൽ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര റിസ്ക് എലമെന്റ്സ് കൂടുതലായിരുന്നു. അതിനേക്കാൾ ഉപരി അതിൻ്റെ എക്യുപ്മെന്റ്സും ക്യാമറയും കാര്യങ്ങളൊക്കെ. ഇനി അത് കിട്ടിയില്ലെങ്കിലും അതിന് എന്തെങ്കിലും ഒരു കേടുപാട് വരാണെന്നുണ്ടെങ്കിലും ഞാനത് വാങ്ങിത്തരാം എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു ഉറപ്പ് ശരിക്കും എന്നുള്ളത്. ശരിക്കും അങ്ങനെ പേടി തോന്നിയിരുന്നു? അങ്ങനെ ഒരു പേടി തോന്നിയിരുന്നു. ഇവൻ കുറച്ച് ലെൻസിനെ കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നു നമുക്ക്. ലെൻസൊക്കെ ഡാമേജ് ആയിരുന്നു ഷൂട്ട് ചെയ്തിട്ട്. അങ്ങനെ ഒരു ഇതായിരുന്നു. ബ്ലസ്സേട്ടനാണെങ്കിൽ ഒരു കോംപ്രമൈസ്, കാരണം ബ്ലസ്സേട്ടന് കോംപ്രമൈസ് മാത്രമല്ല, നമുക്ക് അത് അച്ചീവബിൾ അല്ലായിരുന്നു. അങ്ങനെ ഒരു സാൻഡ് സ്റ്റോം ഡെസേർട്ടിൽ നമ്മൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ടാസ്ക്. നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ വലിയ പ്രൊപ്പലറൊക്കെ ഇവിടെ നിന്ന് കണ്ടെയ്നർ ഷിപ്പ് ചെയ്തു അൾജീരിയയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെ കൊണ്ടുവന്ന് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എനർജി അവിടെ ഒന്നും അല്ല എന്നുള്ള മനസ്സിൽ. ഇത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഡെസേർട്ടിൽ അത് വെച്ചിട്ടും നമുക്ക് ആ വിഷ്വൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയിരുന്നു. ഒരു തരി പോലും കാറ്റുണ്ടാവില്ല അതൊക്കെ അത്രയും വലിയ ഓപ്പൺ വാസ്റ്റ് ഏരിയയിൽ വെച്ചിട്ട്. സോ അപ്പം അത് നല്ല ലൈവ് ഇൻട്രാക്ഷൻ കാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു റിയൽ ഇതിൽ ഷൂട്ട് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സീനും ഈ സാൻഡ് സ്റ്റോമും ഈ റെയിൻ സീക്വൻസും ഡെസേർട്ടിൽ മഴ പെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്, ഇത് രണ്ടും നമ്മൾ മാറ്റി വയ്ക്കുമായിരുന്നു ആക്ച്വലി. കാരണം അവിടുത്തെ ബദുവിൻസ് പറഞ്ഞ് ഇങ്ങനെ ഒരു ഈ 2 മാസം നമ്മൾ ഷൂട്ടിംഗ് വിൻഡോ, ഈ വിൻ്റർ ടു സമ്മർ, ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് ഒരു ഡെസേർട്ട് സാൻഡ് സ്റ്റോമും റെയിനും ക്ലൗഡോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മോസ്റ്റ്ലി. അപ്പം വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ലക്കിലി വി ഗോട്ട് ഒരു ഇൻറ്റിമേഷൻ വന്നു, ഇതേപോലെ ഒരു സാൻഡ് സ്റ്റോം ഉണ്ടാവും ഇന്ന ദിവസം. സോ വി ഓൾ പ്ലാൻ ഫോർ ദാറ്റ് ആൻഡ് എക്സിക്യൂട്ടഡ്. അങ്ങനെയായിരുന്നത്. വർക്കായി. അത് അല്ലാണ്ടത് വർക്കാവില്ല. എനിക്ക് ഇപ്പോഴും അറിയണ്ട പിന്നെ നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു VFX എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ അടുത്ത പോസിബിലിറ്റി ഗ്രീൻ മാറ്റ്, പിന്നെ ഇവിടെ ഇന്റീരിയർ ഫ്ലോറിനകത്ത് ഷൂട്ട് ചെയ്യാന്നൊക്കെ ആയിരുന്നു. പിന്നെ രണ്ടാമത് വേഴ്സ് കം വേഴ്സ് ഓപ്ഷൻ, വലിയ ഫ്ലോറിൽ സെറ്റ് ഇടുക, ഇതിങ്ങനെ ഫാൻ വെച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു ലാസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ലക്ലി വി ഗോട്ട്. ഈ ചെറിയ ഷോർട്സ് ആണെങ്കിലും ഇപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ട് കിട്ടുന്ന ഇഫക്റ്റ് ഭയങ്കരമാണ്. ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഇത്രത്തോളം ടെക്നോളജിയുടെ സഹായം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, VFX പോലെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ട് വരെ നാച്ചുറലി അതിനെ റിയൽ ആയിട്ട് അത് എടുക്കാം, ഷൂട്ട് ചെയ്യാം എന്നുള്ളതിനെ അത്രത്തോളം ചലഞ്ചിങ് ഉണ്ടെന്ന് അറിയാം.
എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വിളിച്ച് സാറിൻ്റെ അടുത്ത് പറയാൻ തോന്നിയിട്ടുണ്ടോ, സാറേ ഇത് നമുക്ക് ഇത്രത്തോളം വെയിറ്റ് ചെയ്തിട്ട് ഇത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ, നമുക്കത് എക്സ് ഉപയോഗിച്ചൂടെ എന്ന് ഇല്ല, പറയാൻ നമ്മൾ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നില്ല. കാരണം ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ എഫക്ട്സിന് ആനിമട്രോണിക്സ്, ഐ ഡോണ്ട് ഫോർഗോട്ട് ദ നെയിം, ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അവർ നല്ലതായിരുന്നു ആക്ച്വലി. നമ്മുടെ ഈ പാമ്പ് വരുന്ന സീക്വൻസിൽ ഈ ആദ്യം മണലിനടിയിൽ കൂടെ ഈ പാമ്പിൻ്റെ ഒരു എഫക്റ്റ് കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ മോട്ടർ വെച്ചിട്ട് താഴെ ഒരു സെറ്റപ്പ് ചെയ്ത് മണ്ണിങ്ങനെ ഇളകുന്ന പോലെയൊക്കെ നമ്മൾ സീരിയലായിട്ട് ഇങ്ങനെ ചെയ്ത് അതൊക്കെ അങ്ങനെ ചെയ്തായിരുന്നു. പിന്നെ കുറച്ച് അതിൻ്റെ കൂടുതൽ കുറച്ച് CG ആഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ മേജർ പോർഷൻ പ്രാക്ടിക്കലായിരുന്നു. പിന്നെ ഈ സാൻഡ് സ്റ്റോൺ ടൈമിൽ ഒരു ഡ്യൂൺ ഇടിഞ്ഞു വീഴുന്നത് അതൊക്കെ നമ്മൾ മാനുവലി ചെയ്താൽ ഫുള്ള് ഡ്യൂൺ ഒരു മെക്കാനിക് ഒരു ഇത് വെച്ചിട്ട് അത് ഡ്യൂൺ ഡ്രോപ്പ് ആവുന്നതും മാക്സിമം ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ലൈവായിട്ട് തന്നെ ചെയ്തു. എസ്പെഷ്യലി പാമ്പ് ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, പക്ഷേ റിയൽ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തു. അങ്ങനെ സ്വാഭാവികമായിട്ട് സുനിൽ സാറിൻ്റെ എടുത്ത വർക്കിൽ നോക്കുമ്പോൾ കമ്മാര സംഭവമാണെങ്കിലും തീർപ്പാണെങ്കിലും പാടുജീവിതമാണെങ്കിലും ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവവിശേഷമുണ്ട്. ഇതിലൊക്കെ ഫ്ലാഷ് ബാക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു ഘട്ടം ചിത്രീകരിച്ചിട്ട് പോകുന്ന ഒരു പ്രത്യേകത കാണുന്നുണ്ട്. ഈ സ്വാഭാവികമായിട്ട് ഈ ഫ്ലാഷ് ബാക്ക് വരുമ്പോഴോ അതേപോലെ അപ്പുറത്തൊരു കാലഘട്ടം അല്ലെങ്കിൽ അപ്പുറത്തൊരു സമൂഹത്തെ കാണിക്കുന്നതിൽ കുറച്ചും കൂടി കൺവേ ആവാൻ, കുറച്ചും കൂടിയും ഈ വിഷ്വൽ ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക് ഉപയോഗിക്കാറുണ്ടോ? ഒരു പാലറ്റ് അങ്ങനെ പിടിക്കാറുണ്ട് നമ്മളൊരു ലുക്ക് ആൻഡ് ഫീൽ ഒരു കിട്ടാനായിട്ട്. അങ്ങനെ ചെയ്താണ് കമ്മാര സംഭവമൊക്കെ. ആക്ച്വലി എനിക്ക് തോന്നുന്നു വേൾഡ് വാർ ഉണ്ടായിരുന്നു, 2-3 പീരിയോഡിക് സീക്വൻസ് പല കാലഘട്ടങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ ലുക്ക് പാലറ്റ് പിടിച്ച് ഈവൻ കോസ്റ്റ്യൂം അത് ആ പാലറ്റ് പിടിച്ചിട്ട് ആ കോസ്റ്റ്യൂം മുതൽ സെറ്റിലെ പ്രോപ്സ് വരെ അത് കീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒരു വേറെ അൺവാണ്ടഡ് കളേഴ്സ് വരാണ്ട് അങ്ങനെയൊക്കെ മാറിയിട്ട് ഇതിലിപ്പോൾ ഈ കളർ ഡേയ്സ് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഒരേ സമയം അപ്പോൾ എന്താണ് നജീബ് അവിടെ വന്ന് ജീവിച്ചു വന്നതെന്നും ഇവിടെ എന്തായിരിക്കുന്നു, എത്രത്തോളം ഡ്രൈ ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ മാറി മാറി നമ്മുടെ വിഷ്വൽസ് സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഇതിൽ ഈ നാട്ടിൻപുറത്തിലെ കാഴ്ചകളിൽ ഇതിൻ്റെ ഒരു പച്ചപ്പും അല്ലെങ്കിൽ എന്തായിരുന്നു നജീബിൻ്റെ ജീവിതം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ആർട്ട് വർക്കിൻ്റെ സഹായം ഭയങ്കരമായിട്ട് വേണ്ടി വന്നിട്ടുണ്ടോ? അത് നാച്ചുറലി ലൊക്കേഷൻ അങ്ങനെ തന്നെയായിരുന്നു? ഫസ്റ്റ് ഷെഡ്യൂളിനെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആ സ്കെഡ്യൂള് ഞാൻ പറഞ്ഞില്ല 2019 ആയിരുന്നു. അതുകൊണ്ട് അപ്പോൾ അതിനെ കുറിച്ച് വർക്കിനെ കുറിച്ചിട്ടും ഗ്രേഡിൽ മാത്രമേ ഇരുന്നിട്ടുള്ളൂ, അതിന്റെ ഗ്രേഡ് മാത്രമേ ഇരുന്നിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ. ഇവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതുവരെ ചർച്ചകളിലൊക്കെ എപ്പോഴും പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിന് ഉണ്ടായ മാറ്റങ്ങളും ചേഞ്ചസിനെ കുറിച്ചൊക്കെ സിനിമയോളം തന്നെ സംസാരിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു കാര്യമാണ്. ക്യാമറയ്ക്ക് ഉള്ളിലൂടെ കാണുന്ന വ്യക്തിയും അതിനപ്പുറം ക്യാമറയിൽ അല്ലാതെ കാണുന്ന വ്യക്തിയും ഇത് ഈ ഒരു ക്യാരക്ടറിൽ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു തോന്നുന്നു? അങ്ങനെ തീർപ്പ് ഞാൻ വർക്ക് ചെയ്തപ്പോൾ അത് വേറൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു ഡെസേർട്ടിലായിരുന്നപ്പോൾ പോലും പുള്ളി ഈ ക്യാരക്ടറായിട്ട് തന്നെ അവിടെ നമ്മൾ ഷൂട്ടല്ലാത്ത സമയത്ത് കാണുമ്പോഴൊക്കെ പുള്ളി ടോട്ടലി അത് മാറിക്കഴിഞ്ഞായിരുന്നു ഈ ക്യാരക്ടറിലേക്ക്. ഇവൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് നജീബായിട്ട് തന്നെ നമുക്ക് പൃഥ്വിരാജായിട്ട് അവിടെ ഫീൽ ചെയ്തത് നജീബായിട്ട് തന്നെ നമുക്കിത് അങ്ങനെ വേറൊരു ആള് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അതേപോലെ തന്നെയായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇത് വേഷം കാണിക്കുമ്പോൾ സ്വാഭാവിക സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ഇത്രത്തോളം വേഷത്തിൽ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ കൂടുതലും കാണുന്നത് ഈ ഫേസിലുമാണ്. അതുപോലെ താടി, മുടി, ഈ വരുന്ന ചേഞ്ചസ് കാര്യങ്ങളിൽ നമ്മൾ ഇത്രത്തോളം വെയിറ്റ് കുറച്ചു, ഈ ബോഡിയിൽ ഇത്രത്തോളം മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ സിനിമയിൽ ഇത്രത്തോളം കാണിക്കുന്നത് കുറച്ചുകൂടി ഈ അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ പോകുന്ന ഒരു സീക്വൻസ് മാത്രമാണ്. ഇത് കുറേ കൂടിയും സ്ക്രീൻ സ്പേസിൽ ഈ ഇത്രയും വിഷ്വൽ ആഡ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ അത് എടുത്തു വെച്ചിരുന്നത് ഫൈനൽ കട്ടിൽ അത് ഒഴിവാക്കിയതാണോ? ശരിക്കും ഒരു ഫുൾ ബോഡി അല്ലെങ്കിൽ ഇത്രത്തോളം മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു സ്വാഭാവിക ചോദ്യം. പൃഥ്വിരാജന് പറഞ്ഞില്ല, അതായത് ഡോക്യുമെന്റ് ചെയ്യേണ്ട വേറെയുള്ള ലൈഫ് എന്ന് പറഞ്ഞിട്ട് സിനിമയെ കാണിക്കത്തെന്ന് ചോദിച്ചാൽ സിനിമയിൽ കാണിക്കുന്ന അതിന്റെ ആവശ്യമുള്ളൂ. ശരിക്കും നമ്മൾ പറയേണ്ടത് അത് മാത്രമേ ഉള്ളൂ. പുള്ളി അങ്ങനെ ഒരു ഫ്രീഡം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ഒരു മലയാളി എന്നുള്ള രീതിക്ക് നമ്മൾ ആദ്യം പുള്ളിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ട് കുളിച്ചിട്ടില്ല എന്നുള്ളതാണ് പടത്തില്. സോ ആദ്യം നമ്മൾ തേടുന്ന വെള്ളമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാണിക്കാനായിട്ടുള്ളത് മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ആ വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുക എന്നുള്ളതാണ്, ബോഡി കാണിക്കുന്നില്ലേ ഉള്ളൂ. ഫ്രീഡം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം പോയി ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് കിട്ടുക എന്നുള്ളതാണല്ലോ. ക്യാമറ കണ്ണിലൂടെ കണ്ട് ഞെട്ടിച്ച പൃഥ്വിരാജ് മൊമെന്റ് ഏതായിരുന്നു ഷൂട്ട് സമയത്ത്? ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ചില സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു നമ്മൾ ഇമോഷണലി കണക്ട് ആവും. കാരണം കട്ടൊന്നും പറയില്ല പ്ലസ് ചേട്ടൻ. സോ അത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതൊരു ലൈഫ് ഫ്രണ്ടിൽ നടക്കുന്നല്ലോ തോന്നുന്നു. ദിവസം രാജു കട്ടിയിട്ടെ, ഞാൻ ചോദിക്കാം കട്ടിയിട്ടെ, അത് രാജു ഇന്റർവ്യൂ പറഞ്ഞു കട്ടിയിട്ടെ. അങ്ങനെയൊക്കെ അതൊരു ലിവ്ഡ് ഇൻ മൊമെന്റ് ആയിരുന്നു അത്. അങ്ങനെ ഒരു
ആണെന്നുള്ളത്. എപ്പോഴെങ്കിലും സുനിലേട്ടന് സിനിമാറ്റോഗ്രാഫിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇത് ഓക്കെയാണ്, പക്ഷെ ഈ പറഞ്ഞ ബ്ലെസ്സുകാരന് ഓക്കെ ആവാതെ വീണ്ടും റീടേക്ക് എടുക്കേണ്ട സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നു. ഒരു ഷോട്ട് ഓക്കെ അല്ല ഇതുവരെ, എല്ലാ ഷോട്ടിനും പുള്ളി ഇതുവരെ ഓക്കെ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പുള്ളി ഒരു ചെറിയ സ്മൈൽ തരും, അല്ലെങ്കിൽ പതിയെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അറിയാം അടുത്ത ഷോട്ടിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായിട്ട് ഇതിന്റെ പറയുമ്പോൾ തന്നെ ചേർത്ത് വയ്ക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്. പൃഥ്വിരാജ് എന്ന നടനൊപ്പം ഡയറക്ടർ കൂടിയാണ്. ശരിക്കും ഈ വിഷ്വൽസ് കഴിഞ്ഞിട്ട് ഇടപെടൽ നടത്തിയായിരുന്നു. നല്ല നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഗെറ്റ് ടുഗദർ ഉണ്ടായിട്ടുണ്ട് പല സമയങ്ങളും, പല സീൻ ഡിസ്കസ് ചെയ്യുമ്പോൾ. എസ്പെഷ്യലി നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ വരുമ്പം ചേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ ഉണ്ടോ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അത് നല്ല പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, നല്ല പോസിറ്റീവ് ഡിസ്കഷൻസ്. എല്ലാവരും കൊളാബറേറ്റ് ചെയ്യുന്നു. ബ്ലസ്സിയുടെ ആര് അഭിപ്രായം പറഞ്ഞാലും എല്ലാം മുകളിലേക്ക് എടുക്കും. എന്നിട്ട് കൊളാബറേറ്റീവ് ഒരു തോട്ടായിരുന്നു, നല്ല കൂട്ടായ്മയുടെ ഒരു ഇതായിരുന്നു. അതെ, ആർക്കും അഭിപ്രായം പറയാൻ എന്തെങ്കിലും. ഇത് ഇതിനൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ കണ്ട കാഴ്ചകളിൽ നജീബും ഹക്കീമും ഒക്കെ ജീവിച്ചതാണ് ആടുജീവിതമെങ്കിൽ ഇത്രത്തോളം അവിടെ ലോക്ക്ഡൌൺ സമയത്ത് അവിടെ ലോക്കായി പോയിട്ടുണ്ട്. ഇത്രയും നാൾ ഒരുമിച്ചുണ്ടായിരുന്ന ക്രൂ കാര്യങ്ങളൊക്കെ. ശരിക്കും ഇവർക്കൊപ്പം, ഈ ക്യാരക്ടറിനൊപ്പം അവിടെ ഉണ്ടായിരുന്ന ക്രൂ മുഴുവൻ ശരിക്കും ഒരു ആടുജീവിതം തന്നെയായിരുന്നു ജീവിച്ചത്. എനിക്കറിയില്ല, എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനൊക്കെ അങ്ങനെ ഒരു ഹോളിഡേ എടുക്കാറില്ല. ഞാനൊക്കെ ഭയങ്കര ബിസി സ്കെഡ്യൂൾ ആയിരുന്നു അഡ്വർടൈസിങ്ങിലൊക്കെ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്കൊക്കെ ഒരു പെയ്ഡ് ഹോളിഡേ തോന്നിയത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്ക് ഒരു ചെറിയ പാനിക് ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, യൂസ് ടു ഇറ്റ്, ലൈക്ക് എൻജോയ് ദ മൊമെന്റ് ആക്ച്വലി. അവിടുത്തെ ലൈഫൊക്കെ എവിടെയായിരുന്നു, അവിടെ എങ്ങനെയായിരിക്കും, അങ്ങനെ ആയിരിക്കുക. പിന്നെ നമുക്ക് ഒരിടത്തും ലോകത്ത് വർക്കും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. സോ ഇവിടെ ഒരു പെയ്ഡ് ഹോളിഡേ പോലെ നമുക്ക് ഫുഡുണ്ട്, സ്റ്റേ ഉണ്ട്, ഓക്കെ, എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ ഗെറ്റ് ടുഗദറായിട്ട് അങ്ങനെ ജോളിയായിട്ടൊരു മൊമെന്റ്. നാട്ടുകാരെ മിസ് ചെയ്ത്, അല്ല സോറി, വീട്ടുകാരെ മിസ് ചെയ്തെന്നുള്ള ഒരു ഇത് മാത്രം ഒരു സൈഡിലുണ്ട്. ബട്ട് സ്റ്റിൽ എൻജോയ്ഡ് ദ മൊമെന്റ് ആക്ച്വലി. അങ്ങനത്തെ ഒരു ഏതെങ്കിലും മൊമെന്റിൽ ഈ സിനിമ ഉപേക്ഷിക്കേണ്ടി വരും എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും എങ്ങനെയും ഇത് തീർത്തിട്ടേ നമ്മൾ മടങ്ങി വരും എന്നുള്ളൊരു തീരുമാനത്തോടെ തന്നെ എല്ലാവരും പോയത്. അതെ, ടൈം ഫ്രെയിം ഒന്നുമില്ലായിരുന്നു. എപ്പോൾ തീരും, എപ്പോൾ തിരിച്ചു വരും, അങ്ങനെ ഒരു ടൈം ഫ്രെയിം ഒന്നുമില്ല ആർക്കും. അടുത്ത കമ്മിറ്റ്മെന്റ് ഒന്നും ആർക്കും ഇല്ല. വന്നിട്ടേ അടുത്ത കമ്മിറ്റ്മെന്റ് ഉള്ളൂ എല്ലാവർക്കും. അങ്ങനെയായിരുന്നു, ആരും കമ്മിറ്റ്മെന്റ് വെച്ചല്ല അങ്ങോട്ട് പോയത്. സ്വാഭാവികമായിട്ട് വന്നത് പരസ്യങ്ങളുടെ ലോകത്തു നിന്നാണ്. അതെ അതെ, ചെന്നെത്തിയത് സിനിമകളിലാണ്. ശരിക്കും ഈ പരസ്യങ്ങളുടെ ലോകത്തു നിന്ന് സിനിമയിലേക്കുള്ള ഈ ഒരു യാത്രയെ ശരിക്കും ഓരോ വാക്കിൽ ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ ശരിക്കും എങ്ങനെ നിർവചിക്കാൻ പറ്റും? അഡ്വർടൈസിങ് ഈസ് മോർ ചലഞ്ചിങ് ആക്ച്വലി. അതെ, എന്നെ കമ്പാരിറ്റീവ്ലി മൂവി മീൻസ് നമുക്കൊരു ടൈം ഫ്രെയിം ഇല്ലല്ലോ. നമുക്ക് ഇന്ന് വേണ്ടത് ഇപ്പം ഇന്ന് ഷോട്ട് കിട്ടില്ലെങ്കിൽ നാളെ എടുക്കാം, മറ്റന്നാൾ എടുക്കാം. മറ്റേത് ഒരു ദിവസം നമുക്ക് യു ഹാവ് ടു ഫിനിഷ് 8 to maybe 20 ഷോട്ട്സ് മേ ബി എ ഡേ. അതും എല്ലാം നല്ലപോലെ നല്ല ആ 8 ഷോട്ട് അല്ലെങ്കിൽ ആ 22 ഷോട്ട് കഥ പറയണം. ചുമ്മാ നമുക്ക് റോൾ ചെയ്ത് വിടാൻ പറ്റില്ല. സിനിമ ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ ചെയ്യാം. ഐ തിങ്ക് സോ, ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത്. ഈസി അങ്ങനല്ല, കമ്പാരിറ്റീവ്ലി നമ്മൾ അതിന് ഒരു ഭയങ്കര ചാലഞ്ച് ആയിരിക്കും. രാവിലെ ഒരു ഭയങ്കര ഹെക്ടിക് ആയിരിക്കും അഡ്വർടൈസ്മെന്റ്, പക്ഷേ എനിക്കത് രസമായിട്ട് തോന്നി. ഭയങ്കര എൻജോയ്മെന്റ്. അത് ആ ഒരു ഫുൾ ഡേ ഭയങ്കര പാക്ഡ് ആയിട്ടിരിക്കും, ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. സിനിമയ്ക്ക് അത്രയും സ്ട്രെസ് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ആടുജീവിതമൊക്കെ കഷ്ടപ്പാടുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ അത് കഷ്ടപ്പാടായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ കഷ്ടപ്പാടായിട്ട് തോന്നുള്ളൂ. അത് എൻജോയ്ഡ് എവറി മൊമെന്റ് ഓഫ് ഷൂട്ടിങ് ആടുജീവിതം. ഭയങ്കര. ഇനി സിനിമകളിൽ തിരക്കായിട്ട് തിരിച്ച് പരസ്യങ്ങളിലേക്ക് ചിന്തിക്കാതിരിക്കുക അങ്ങനെ വരും? അങ്ങനെയല്ല, എനിക്ക് എന്തെങ്കിലും ഈ ക്യാമറ കൊണ്ട് എന്തെങ്കിലും കഥ പറയാൻ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ. അല്ലാതെ ഒരു നോർമൽ സിനിമ ചെയ്യുന്നതിലും എനിക്ക് അഡ്വർടൈസിങ് ചെയ്യുന്ന കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ, മെന്റലി സംതൃപ്തി. അല്ല, സിനിമ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഇതുപോലുള്ള സിനിമകൾ എന്തെങ്കിലും ക്യാമറ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കാനായിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ മക്കളോട് ചെയ്ത് നമ്മൾ കണ്ട എക്സ്പീരിയൻസ് ചെയ്ത സിനിമകളിൽ ഇതിന്റെ സിനിമോഗ്രാഫി എനിക്ക് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു സിനിമ ഏതാണ്? സിനിമ കാഴ്ച വളരെ കുറവാണ്. നല്ല സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെ പോയി കാണും. അങ്ങനെ എനിക്ക് ഒരുപാട് നമുക്ക് താല്പര്യം പിന്നെ മ്യൂസിക് വീഡിയോസും ആഡ്സും അങ്ങനെ ഇന്റർനാഷണൽ ആഡ്സും അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടി, നമ്മുടെ റെഫറൻസിങ് എല്ലാം. അങ്ങനൊരു അങ്ങനെ സിനിമയിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇൻസ്പയർ ആയിട്ടുണ്ട് സന്തോഷ് സാറിന്റെ വർക്ക്. പുള്ളിയുടെ വർക്കാണ് എനിക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ ചെയ്തു തന്നിട്ടുള്ളത്. ഇനി ഒരു വർക്ക്, ഒരു ഡ്രീം പ്രൊജക്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ സിനിമയിൽ ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ള ആളായതുകൊണ്ട് തന്നെ എത്തരത്തിലുള്ള പ്രൊജക്ടുകളോടായിരിക്കും കുറെ കൂടി താല്പര്യവും കാത്തിരിക്കുന്നതും ഇതിനാണ്? അത് പറഞ്ഞു, വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിന് കൂടുതൽ ഊന്നൽ നൽകുന്ന അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. സിനിമ ഇപ്പോഴും
ഇത്രത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒട്ടകത്തിൻ്റെ കണ്ണിൽ കാണുന്ന ഒരു വിഷൽ ഇത്രത്തോളം എടുത്ത് കാണിക്കുന്ന പറയപ്പെട്ടൊരു സീൻ കൂടിയായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇത്രത്തോളം കാത്തിരിക്കുന്നുണ്ട്, 7 ദിവസത്തോളം കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെപ്പോഴും ഈ കാത്തിരിപ്പ്, സിനിമാറ്റോഗ്രാഫറിൻ്റെ കൂടി കാത്തിരിപ്പ്, ഈ സമയം കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതും എഫേർട്ട് കൂടുതൽ എടുക്കുന്നതും അവിടെയാണ്. ശരിക്കും ഇത്തരം കാത്തിരിപ്പുകൾ ടെക്നിക്കൽ സൈഡ് ഉണ്ടായിട്ട് പോലും ആവശ്യകതയാണെന്ന് തോന്നിയിട്ടുണ്ടോ ശരിക്കും? തീർച്ചയായും ഒരുപാട്. ആ ഒരു ഷോട്ട് മാത്രമല്ല, ഒരുപാട് ഷോട്ടുകൾക്ക് അതേപോലെ ഒരു ദിവസം ഒരു ഷോട്ട് മാത്രം എടുത്ത പല ഷോട്ടിലുണ്ട്. ഒന്ന് ഈ നജീബ് റോഡ് മീറ്റ് ചെയ്യുന്ന സീൻ, അതൊക്കെ ഒരുപാട് ടൈം എടുത്ത് ആ ഒരു ദിവസം ആ ഷോട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ആട് തിരിഞ്ഞു നോക്കുന്ന ഒരു സീൻ പറഞ്ഞ മറ്റേ അങ്ങനെയുള്ളത്, അതൊക്കെ അതിൻ്റെതായ ആവശ്യകത ഉണ്ട്. പടം കാണുമ്പോൾ ആ ക്ലാപ്സ് കിട്ടുമ്പോഴത്തേക്കും അത്രയും ടൈമും മണിയും സ്പെൻഡ് ചെയ്ത് വർത്താൻ തോന്നുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ആടിനെ കുറിച്ചുള്ള സീക്വൻസ് പറയുമ്പോൾ ഈ ബുക്ക് വായിച്ചുള്ള, നോവൽ വായിച്ചുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് സിനിമയിൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് സീൻസ് ആയിരുന്നു ഈ ആടുകളുമായിട്ട് സംപർക്കുന്നതും, അല്ലെങ്കിൽ അതുമായിട്ട് ഇപ്പോൾ നോവലിൽ നജീബ് കണ്ടെത്തിയ കുറച്ച് ക്യാരക്ടറുകളായിട്ട് മാറ്റുകയും അല്ലെങ്കിൽ ആ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു. സിനിമയിൽ ഇത് അത്രത്തോളം കൊണ്ടുവന്നിട്ട് പോലും. അപ്പോൾ അത് എവിടെയെങ്കിലും മുമ്പ്, ഈ സിനിമയ്ക്ക് മുമ്പ് പുസ്തകം വായിച്ച ആളാണോ സെൻസർ? അല്ല, ഞാനത് കോൺട്രഡിക്റ്റ് ആവാതിരിക്കാനായിട്ട് ഞാൻ വിളി വന്നോണ്ട് ഞാൻ ബുക്ക് വാങ്ങി, പക്ഷെ ഞാൻ വായിച്ചില്ല. ഞാൻ പിന്നെ ആലോചിച്ചു ബ്ലസ്സിയേട്ടൻ്റെ ഒരു വിഷൻ എന്താണെന്ന് ആദ്യം നോക്കാം, എന്നിട്ട് ഞാൻ സ്ക്രിപ്റ്റാണ് ആദ്യം വായിച്ചത്. സോ രണ്ടും കൂടെ ഇതാവുണ്ടാന്ന് വെച്ചിട്ട് വിചാരിച്ചു. അത്തരത്തിൽ ആരെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഒരു ബുക്ക് വായിച്ചിരുന്നെങ്കിൽ, നോവൽ വായിച്ചിരുന്നെങ്കിൽ കുറെ കൂടി വെക്കുന്ന ഫ്രെയിം ഹെൽപ്ഫുൾ ആവുമായിരുന്നു. ഇല്ല, അതിലും എനിക്കറിയില്ല. ഞാൻ ബുക്ക്, എനിക്ക് തോന്നുന്നു ബ്ലസ്സിയേട്ടൻ്റെ വിഷ്വൽ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ ആയിരുന്നു കുറച്ചുകൂടെ ഷൂട്ട് ചെയ്യാൻ പാകത്തിന് കറക്റ്റ്. പുള്ളി അത് ഡിസ്ക്രിപ്ഷൻ എല്ലാം സൈഡിൽ പെൻസിൽ കൊണ്ട് എഴുതി എന്താണ് പുള്ളിക്ക് വേണ്ടത്. ഇപ്പം ഹക്കീമും നജീബും മീറ്റ് ചെയ്യുന്ന സീക്വൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പുള്ളി എഴുതി വെച്ചേക്കുന്നത് എന്താണ്, ഹെവൻലി ഫീൽ എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് പുള്ളിയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്നത് കൃത്യമായിട്ട് എന്താണ് പുള്ളിക്ക് വേണ്ടെന്നുള്ളത്. സോ അത് ഫോളോ ചെയ്യുന്ന എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നി. കാരണം അതും ഇതും കൂടെ മിക്സ് ആയിട്ട് ഐ തിങ്ക് ദിസ് വാസ് ബെറ്റർ. സിനിമാറ്റോഗ്രാഫർ എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ ആടുജീവിതം ഇത്രയും നാളത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ചലഞ്ചിങ് മൊമെന്റ് ഏതായിരുന്നു ശരി? ഏറ്റവും ചലഞ്ചിങ് എനിക്ക് തോന്നുന്ന നമ്മുടെ സാൻഡ് സ്റ്റോം സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ചലഞ്ച് അതിനകത്ത് പടത്തിൽ. ഞാൻ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തില്ല ഇനി അത്. സിനിമ കഴിഞ്ഞു കണ്ട് പലപ്പോഴും അഭിപ്രായം പറയുന്നവരിൽ പലപ്പോഴും നോവൽ വായിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലാത്തവരുണ്ടായിരിക്കാം. പ്രേക്ഷക പ്രതികരണങ്ങളിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു കമൻറ്റ് എന്തായിരുന്നു അപ്രിസിയേഷനിൽ? അപ്രിസിയേഷൻ തന്നെ രവിക സാർ ഇന്നലെ വിളിച്ചിരുന്നു, രവിക ചന്ദ്രൻ സാർ. ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു, ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു. അതൊരു നല്ല മൊമെൻ്റ് ആയിരുന്നു അത്. ഇത്ര വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി വരും എന്നുള്ള രീതിയിലേക്ക് ഒരു ഓഫർ കോൾ വന്നാൽ ഇനി എടുക്കുമോ? തീർച്ചയായും. ഇതുപോലെ വിഷ്വലി എൻഗേജിങ്ങും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ തീർച്ചയായും വീണ്ടും ചെയ്യും. എന്തായാലും ആ കാത്തിരിപ്പോളം തന്നെ സിനിമയിലെ ആ ഒരു വിജയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. പരസ്യങ്ങളുടെ ലോകത്തുനിന്ന് സ്വാഭാവികമായിട്ട് തിരികെ വന്നു. എത്തരത്തിൽ ഒരുപക്ഷെ നമ്മൾ കണ്ട പ്രിയപ്പെട്ട ആഡുകളെല്ലാം താങ്കൾ ഒരു ഫ്രെയിമിലൂടെ നമ്മൾ കണ്ടുവന്നാണ്. അപ്പോൾ അത്തരത്തിൽ മലയാളം ചർച്ച ചെയ്യുന്ന സിനിമകളിലും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്യണമെന്ന് പറയുന്നത് തന്നെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പം അതിന് പ്രത്യേകമായിട്ട് അഭിനന്ദനം. അപ്പോൾ ഇത്തരത്തിൽ കുറേയേറെ ചിത്രങ്ങൾ താങ്കളുടേതായിട്ടുള്ള സൃഷ്ടികളിൽ വരട്ടെ, കാണട്ടെ, ചർച്ചയാവട്ടെ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.